കാട് കയറാൻ കൂട്ടാക്കാതെ നാട്ടിലെത്തിയ കാട്ടാന. മാലിപ്പാറയ്ക്ക് സമീപം കുളങ്ങാട്ടുകുഴിയിൽ കാണപ്പെട്ട കാട്ടാനയാണ് കാട്ടിലേക്ക് തിരികെ പോകാൻ കൂട്ടാക്കാതെ വീണ്ടും നാടിറങ്ങുന്നത്. പലയാവർത്തി വനത്തിലേക്ക് ഓടിച്ചുവിട്ട കാട്ടാന വീണ്ടും ഇതേ സ്ഥലത്തേക്ക് എത്തുകയാണ്. ആനയെ മയക്കുവെടിവെച്ച് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിപ്പാറ കുളങ്ങാട്ടുകുഴിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച പകൽ ഇവിടെ കാണപ്പെട്ട കാട്ടാനയെ ബുധനാഴ്ച വൈകിട്ടോടെ കാട് കയറ്റാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആനയെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും വനംവകുപ്പ് അധികൃതരും തമ്മിൽ തർക്കമുണ്ടായി. പോലീസെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. എന്നാൽ വനംവകുപ്പ് അധികൃതർ തുരത്തി പുഴ കടത്തിയ കാട്ടാന വീണ്ടും തിരികെയെത്തി. പുലർച്ചെയോടെ വേട്ടമ്പാറയ്ക്ക് സമീപം പടിപ്പാറ ഭാഗത്താണ് ആനയെ വീണ്ടും കാണാനായത്. ഏതാനും ദിവസം മുൻപ് മൊട്ടത്തുപാറ ഭാഗത്ത് കാണപ്പെട്ട അതേ കാട്ടാന തന്നെയാണ് ഇവിടേക്ക് വീണ്ടും എത്തിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഗത്തുള്ള പൈനാപ്പിൾ തോട്ടത്തിലെത്തി പൈനാപ്പിളിന്റെ കാനി തിന്നു നശിപ്പിക്കുകയാണ് പതിവെന്നും നാട്ടുകാർ പറയുന്നു. എത്ര തവണ തുരത്തിയാലും തിരികെ എത്തുന്ന കാട്ടാനയെ ഇവിടെ നിന്നും ദൂരേക്ക് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതേക്കുറിച്ച് പൗരസമിതി പ്രതിനിധികൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ 3-4 ദിവസമായിട്ട് ഈ പ്രദേശത്ത് കിടന്ന് കറങ്ങുന്നു, കൃഷികൾ നശിപ്പിക്കുന്നു. പ്ലാവ്, ചക്ക അത് കാണാൻ പാടില്ല. അതുപോലെ തന്നെ വാഴ, കണ്ണാറ് ചക്ക ഇതും കാണാൻ പാടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റുകാർ ഈ സാധനത്തിനെ മയക്കുവെടി വെച്ച് ഇവിടുന്ന് ഈ പ്രദേശത്ത് നിന്ന് മാറണം. അടുത്ത കാട്ടിലേക്ക് വല്ലതും മാറ്റി വിടുവാണെങ്കിൽ ജനങ്ങൾക്ക് സൗകര്യമായിരുന്നു. അതുപോലെ തന്നെ വനാതിർത്തികൾ ഇപ്പോൾ തുറന്ന രീതിയിലാണ് കിടക്കുന്നത്. ഫെൻസിങ്ങുകളൊന്നും വർക്കിംഗ് അല്ല, എല്ലാം നിലം പൊത്തി കിടക്കുകയാണ്. എല്ലാം മണ്ണിനടിയിൽ പോയ മാതിരിയാണ് കിടക്കുന്നത്. അത് നിർത്തി ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഇവിടെ ഞങ്ങൾക്ക് റെയിൽ ഫെൻസിങ് ചെയ്തു തരുവാണെങ്കിൽ ഞങ്ങളുടെ ഈ 3 പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് ജീവനും അവരുടെ സ്വത്തിനും എല്ലാം ഒരു സുരക്ഷിതമായിരിക്കും. കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ ഭാഗത്ത് വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് അറുതിയില്ലെന്നും ഇക്കാര്യത്തിൽ വനംവകുപ്പ് തികഞ്ഞ പരാജയമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.